ഹായ് ഫ്രാൻസ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇല്ല, 3 ബബ്ബേ ഉള്ളൂ. ഭയം, ഭക്തി, ബഹുമാനം. ഭയം, ഭക്തി, ബഹുമാനം. അപ്പൊ ദിലീപേണ്ട ഏറ്റവും പുതിയ പടം ഗോകുലം ഗോപാലൻ പ്രൊഡക്ഷൻസ് ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്നു. നവാഗതനാണ് ആള്. കൂടെ കട്ടയ്ക്ക് വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ കട്ടയ്ക്കുണ്ട്. ഒരു സിദ്ധാർത്ഥ് ഭരത്, ബാലു വർഗീസ്, ബൈജു, മണിയമ്പിള്ള രാജു, ശരണ്യ, സാൻഡി മാസ്റ്റർ, അങ്ങനെ ഒരു നീണ്ട കാസ്റ്റിംഗ്, നല്ല കാസ്റ്റിംഗ് കേട്ടോ. നോക്കിയപ്പോൾ ദിലീപിൻ്റെ ഒപ്പം ഭയങ്കര കെമിസ്ട്രിയുള്ള കാസ്റ്റിംഗ്. ബാലു വർഗീസ് ഓക്കെ, പിന്നെ ധ്യാനും വിനീതും കൂടി ചേരുമ്പോൾ പടത്തിലെ ഡയലോഗ് തന്നെ ഉണ്ട്. ആളെ ലുക്ക് രസമായിട്ടുണ്ട്. ഒരു കമ്പത്രീമസ് കെട്ട് എത്തിക്കുന്നത് ഇത് സാധനമായിട്ടുണ്ട്. ദിലീപേട്ട, നിങ്ങളുടെ ഒരു ബ്ലോക്ക് പോസ്റ്റർ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ രാമലയിലേക്ക് ശേഷം ഒരു ബ്ലോക്ക് പോസ്റ്റർ ഇല്ലെന്ന് തന്നെ പറയാം. അതിനുശേഷം വന്ന മറ്റേ പടം ജോജു വർഗീസൊക്കെ ആയിട്ടുള്ള പടം ഒരു ആവറേജ് അപ്പോൾ ഉണ്ടായിരുന്നു. ഭവി കെയർടേക്കറും പേഴ്സണലി എനിക്ക് കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആണ് കിട്ടും. പക്ഷെ പടം വിജയിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ആ ജോണറിൽ ഒരുപാട് പടങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞു. ഒറ്റ റീസണാണ്, ദിലീപേണ്ട പടങ്ങൾ ആരും അംഗീകരിക്കാത്ത വിഷയമൊന്നുമല്ല. ഏറ്റവും വലിയ എക്സാമ്പിളാണ് രാമലീല എന്നൊരു പടം ഇറങ്ങുന്ന സമയത്ത് ദിലീപേട്ട എവിടെയായിരുന്നു? പടം അവിടെ ഹിറ്റായിരുന്നു, ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അപ്പം അതല്ല വിഷയം. ദിലീപേണ്ട സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒക്കെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പഴയ ജോണർ വിട്ടിട്ട് പുതിയ ജോണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയലോഗ് തന്നെ പറയുന്നുണ്ട്. ആര്? വിനീത് ശ്രീനിവാസൻ. ഈ പുതിയ പിള്ളേർ നിനക്ക് അറിയില്ല, പഴയ ഏതെങ്കിലും സാധനങ്ങളായിട്ട് വന്നാൽ ദിലീപേട്ടൻ പറയുന്നുണ്ട് പുതിയ ജോണർ, നീ ജോണറിൽ ആദ്യമല്ലേ, പുതിയ ജോണറും പഴയ ജോണറും നമ്മൾക്കൊന്ന് കാണാം സാറേ, എന്റെ പൊന്ന് സാറേ. നമുക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള പടമാണ്. നല്ല ടീമാണ്. മ്യൂസിക് ഷാൻ റഹ്മാനാണ്, എഡിറ്റർ രഞ്ജൻ എബ്രഹാമാണ്. അപ്പൊ ദിലീപേട്ട ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ് കോമഡി. അത് ആള് സത്യം പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഇറങ്ങി ഭവി കെയർടേക്കറിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു അത്. പക്ഷെ ഒരുപാട് പടങ്ങളെ കണക്ഷൻ വന്നു എന്നൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് തിയേറ്ററിൽ കണ്ടിരിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പല ഫിലിമുകളും ഒക്കെ അതിന് ഒരു പാരയായിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പടങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പടങ്ങളിലൊക്കെ ഒരു കൂട്ടിക്കാട്ടലും ഇതിലൊക്കെ ഉണ്ടായിരുന്നു. ശരിയായി. പക്ഷെ വൺ ടൈം വാച്ചബിൾ ആയിരുന്നു. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പടം നമുക്ക് ഏകദേശം നവംബർ 10th തോന്നുന്നു റിലീസ്. 10th പടം ഉണ്ടായിരിക്കും. എനിക്ക് പേഴ്സണലി നല്ല പ്രതീക്ഷയുള്ള പടമാണ്. നമുക്ക് ദിലീപേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന കോമ്പോയിൽ ഇപ്പം ലാസ്റ്റ് ബാലു വർഗീസ് ഒക്കെ ആയിട്ട് വന്ന പടം നമുക്കറിയാം, ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ ധ്യാനും വിനീതും കൂടി ചേർന്ന സമയത്ത് എന്തായാലും കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടാവും. വിനീതിന് എന്തായാലും സ്പേസ് കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ധ്യാനും കൂടി ഉണ്ടായി തമ്മിലൊരു കെമിസ്ട്രി വേറെ വർക്കൗട്ട്. അപ്പോൾ എന്തായാലും ഒരു പ്രഷറെ ത്രില്ലടിപ്പിച്ച് കാണാൻ പറ്റിയൊരു സാധനം അതിലുണ്ടായിരിക്കും. അത് ഞാൻ ഉറപ്പ് തരുന്നു ഈ പടത്തിൽ. എനിക്ക് അതിൻ്റെ ടീം അങ്ങനെ തന്നെ തോന്നി. പിന്നെ ഇതിൻ്റെ തിരക്കഥ ഉള്ളത് നൂർ ഷെറീഫും പിന്നെ ഫഹീമുമാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഫിലിം മേഖലയിൽ. പിന്നെ ധനഞ്ജയ് ആയാലും കാലങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ച് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾ ചെയ്യുന്നൊരു പടമാണ്. ഒപ്പം വിനീതേട്ടൻ്റെ സാധനം ഉണ്ടല്ലോ, ആൾക്കറിയാം എങ്ങനെയാണ് ഒരാൾ ഉപയോഗിക്കേണ്ടതെന്ന്. വർഷങ്ങൾക്ക് ശേഷം ഹൃദയം, തട്ടത്തിൽ മറയത്ത് പടത്തിലൊക്കെ എങ്ങനെ ഉപയോഗിച്ചു. അന്ന് ജോർഗീസ് ഉണ്ട്. ഇപ്പം ജോർഗീസ് വന്ന സമയത്ത് ആൾക്ക് പറ്റാവുന്ന ഓരോർക്കും എങ്ങനെയാണ് ആ റോള് കൊടുക്കേണ്ടത്, കാസ്റ്റിങ് കാര്യങ്ങളൊക്കെ അത് നല്ല രീതിയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ധനഞ്ജയ് ശങ്കറിൻ്റെ ഒപ്പം കട്ടയ്ക്ക് ഉണ്ടായിരിക്കും എന്ന് എനിക്കൊരു തോന്നൽ. പിന്നെ ടീം അങ്ങനെയാണല്ലോ. അപ്പം നമുക്ക് നല്ല പ്രതീക്ഷയുള്ള പടമാണ് ഈ പടം. എന്തായാലും അടുത്തൊരു തിരിച്ചുവരവായിരിക്കും. നമ്മൾ ദിലീപേട്ടൻ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. തിരിച്ചു വരുന്ന ഉറപ്പാണ്, അല്ലെങ്കിൽ യാതൊരു സംശയമൊന്നുമില്ല. ആൾക്കൊരു നല്ല പടം വന്നു കഴിഞ്ഞാൽ ആളെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഡയറക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായി ചെയ്യും എന്നുള്ള ആൾ വന്നു കഴിഞ്ഞാൽ അത് സംശയമൊന്നുമില്ല. ആൾ അങ്ങനെ പ്രൂവ് ചെയ്തുള്ള ആളാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. ശരിക്കും ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിലേക്ക് ഈവൻ മോഹൻലാലും മമ്മൂട്ടിക്ക് മുകളിൽ നിന്നൊരു സമയം ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ കയ്യിലായിരുന്നു ഈ സിനിമാ ലോകം. ആ രീതിയിൽ ആൾ ഇൻഡസ്ട്രി അടക്കി വരച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ കുറച്ച് സ്ട്രഗിളിങ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം തിരിച്ചറിവ് ഒരുങ്ങാണ്. ഇതിനിടയ്ക്ക് 1-2 പടങ്ങളൊക്കെ ആൾ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് ആൾക്ക് നമ്മളെ ദിലീപേട്ടനെ എങ്ങനെ നമ്മൾ കാണുന്നു ആ രീതിയിലുള്ള സാധനം കൊണ്ടാണ് വരുന്നത്. നമുക്ക് കാത്തിരിക്കാൻ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 മാസം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഓൾ ടീം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. മുകേഷ്.